ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയില്ലേ, ഡ്രസ്സ് കണ്ടേക്ക് ഇഷ്ടപ്പെട്ടുങ്ങാണ്ട് എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. പക്ഷേ ആ ഇഷ്ടം പുറേക്ക് എത്തണ വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. അതിന് ശേഷം ഞാൻ ഇത് അങ്ങനെ ഇട്ടിട്ടുണ്ടായില്ല. ആകെ ഒരു വട്ടം 2 പ്രാവശ്യമൊക്കെ ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം ഞാൻ ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോഴാണ് ഈ സാധനം ഒന്ന് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ളോഗ് സീരീസ്. ഡേ 10 ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി എല്ലാ പരിപാടികളും കഴിഞ്ഞാണ്ട് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെ ബാഗ് എടുത്തുങ്ങാണ്ട് പോവാനുള്ള പൈസ എടുത്തുങ്ങാണ്ട് ഞാൻ പോവാൻ നിൽക്കുകയാണ്. സോ നമ്മൾ ബസ് വരുന്നത് ഒരു 8:42, 41 ആകുമ്പോഴത്തേന് വരും. അപ്പോൾ നമ്മൾ പൈസ ഒക്കെ എടുത്തുകൊണ്ട് നേരത്തെ ഇറങ്ങും. നേരത്തെ ഇറങ്ങുമ്പോഴാണ് ഞാൻ ഈ സ്ലോ മോഷനിൽ നടത്തും. പിന്നെ ഈ ഒരു ചെരുപ്പ് എനിക്ക് ഫേവറേറ്റ് ആണ്. എനിക്ക് എന്തെങ്കിലും ഒരു മുതൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും അതന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതൊരു വട്ടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിട്ട് ഭയങ്കര കമ്പനി ആയിരിക്കും. പക്ഷേ ഒരു വട്ടയ്ക്ക് ഇഷ്ടമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടച്ച് പിന്നെ ഒരിക്കലും പഴയ പോലെ എനിക്ക് കിട്ടൂല കേട്ടോ. ആ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എന്നുമുള്ള പരിപാടി എന്താ, കുറച്ച് ഇൻവോയ്സ് കയറ്റാണ്ടാവും. അങ്ങനെ കുറച്ച് എന്നുള്ള പരിപാടികൾ തന്നെ. അപ്പോൾ കുറച്ച് ഇൻവോയ്സ് കയറ്റണം. അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങളൊരു ഐപാഡ് കാണുന്നില്ലേ? ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ട ഓർമ്മകളൊക്കെ ഉണ്ടോ? ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നിടത്ത് ഇത് നിഷ്മൻ്റെ ഐപാഡാണ് കേട്ടോ. ഞാൻ എപ്പോൾ പോയാലും അധിക ദിവസം ഞാൻ പോകുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇത് എൻ്റെ അടുത്ത് കൊടുത്താൽ കേട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ ഫ്രീ ആണ്. അപ്പോൾ ഓക്ക് ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ട് കണ്ട എത്രങ്ങാനും സാധനങ്ങൾ അവൾ എനിക്ക് ഡൗൺലോഡ് ആക്കാൻ വേണ്ടി തന്നിട്ടുണ്ടല്ലേ. ഇതൊക്കെ ഫുള്ള് ഡൗൺലോഡ് ആക്കിയിട്ട് എനിക്കിന്ന് പുറേക്ക് എല്ലാം പറ്റുള്ളൂ. ഈ കുറേ ഡൗൺലോഡ് ആക്കിയതുണ്ട്. ഇതൊക്കെ അവള് പൗസ് ചെയ്തിട്ട് തരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഡൗൺലോഡ് ആക്കണം. ഡൗൺലോഡ് ആക്കിയിട്ട് ഞാൻ പുറകെ കൊണ്ടുകൊടുക്കണം കേട്ടോ. അതാണ് ഓളെ ഒരു ഇതോളെ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ്. നമുക്ക് വരും ചെയ്യേണ്ട, വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരു 4:30 ആവുന്ന ടൈമിൽ ഞാൻ ഇറങ്ങുമല്ലോ. അങ്ങനെ സ്ഥിരം ഇറങ്ങുന്ന ടൈമിൽ ഞാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിന് ഡ്യൂട്ടി കഴിഞ്ഞാണ്ട്. നമ്മളെ മനോഹരമായ പുഴ കണ്ടില്ല എന്ന് വേണ്ട ഗായ്സ്. ഇതാണ് അവിടെ ഒരാൾ കുളിക്കേണ്ട. അസ്തഗ്ഫിറുല്ലാ. ഇതാണ് മനോഹരമായ പുഴകൾ. ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ബട്ട് നമ്മൾ പോയ ടൈമിൽ അവിടെ ആ കാക്ക കുറേ നേരം നമ്മളെ വെയിറ്റ് ആക്കി. മൂപ്പരവിടെ ഉണ്ടായില്ല. പിന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിങ്ങാണ്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് ബസ് വെയിറ്റ് ആക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, രശ്മിയുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ആക്കി നിന്നിട്ടാണ് ബസ് വന്നിട്ടുണ്ടായത്. എൻ്റെ ബസ് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരിക. സോ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുങ്ങാണ്ട് ബസ്സൊക്കെ കയറിങ്ങാണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം എനിക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലത്തെ കവറും പിടിച്ചുങ്ങാണ്ട് കാര്യമായിട്ട് നിൽക്കണതാട്ടോ നിങ്ങൾ കാണുന്നത്. ചില ആൾക്കാരെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ സാധനം വാങ്ങിയിട്ട് പിടിക്കും, ചില ആൾക്കാർ പിടിക്കൂല. പിന്നെ എനിക്ക് ഒരു മീഷോന്ന് ഒരു ഡെലിവറി ഉണ്ടായിനി. ഒരു കൊറിയർ ഉണ്ടായിനി. സോ ഞാൻ അത് വാങ്ങിയിട്ടാട്ടോ വീട്ടിലേക്ക് പോകണത്. വീട്ടിലേക്ക് എത്തിയിട്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ ക്ഷീണം കുറച്ച് കൂടുതലുള്ളത് കൊണ്ടും ഇങ്ങനെ കുറച്ച് നേരം അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് രാവിലെ അമ്മ പറഞ്ഞത് ആ കോഴിക്കുട്ടികളൊന്ന് രാവിലെ ഉണ്ടായ കോഴിക്കുട്ടികളെ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. സോ ഇതാണ് മാഷാല്ലാ നമ്മളെ കോഴിക്കുട്ടികളുടെ നല്ല ഭംഗിയുണ്ട് എല്ലാത്തിനെയും കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഥ ഉണ്ട്. വലിയൊരു കഥ ഇല്ലെങ്കിലും ചെറിയൊരു കഥ ഉണ്ട്. ഇവള് കുറച്ച് ദിവസം മിസ്സിങ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് കുട്ടികളായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോമ്പായിട്ട് എടുക്കുന്ന മെയിൻ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും ഈ ഫ്രൂട്ട്സ് ഒന്നും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് അടിക്കുക. ബാക്കിയുള്ള പരിപാടിക്കൊന്നും ഞാൻ നിൽക്കില്ല. കാരണം എനിക്ക് ടൈം ഇട്ടില്ലെങ്കിൽ അത്രയും നേരം വൈകിട്ടാണല്ലോ വരിക. അപ്പോൾ ബാക്കിയുള്ള പരിപാടികൾക്ക് ഒട്ടുമിക്കതും കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടാവും കേട്ടോ. ഈ ഷമാമ് എൻ്റെ പുരയിൽ പൊതുവെ ആർക്കും ഇഷ്ടമല്ല. ആരും അങ്ങനെ കഴിക്കാത്തൊരു സാധനം കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിന് ഒരു ഷമാമും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു ജ്യൂസ് കേട്ടോ അടിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഉള്ളത്തെ കാമ്പ് ഇങ്ങോട്ട് സ്പൂണേറ്റ് ഇങ്ങനെ എടുക്കുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മൂമെൻ്റാണ്. അപ്പോൾ അതൊക്കെ എടുത്തുങ്ങാണ്ട് അതിൻ്റെ ഉള്ളത്ത് ഞാൻ ഒരു പകുതി എടുക്കണുള്ളൂ. പിന്നെ എൻ്റെ വീട്ടിൽ ഷമാമ് ഷെയ്ക്ക് ഉണ്ടാക്കണക്കാരിലും ഇപ്പോൾ എന്താണെങ്കിലും ഷെയ്ക്ക് ആക്കണക്കാരിലും കുറച്ചും കൂടി നോമ്പ് തുറക്കുമ്പോൾ എല്ലാവർക്കും കുടിക്കാനൊരു ഇഷ്ടമുള്ളത് ജ്യൂസ് ടൈപ്പായിട്ട് നല്ല തിക്കായിട്ടുള്ള കാര്യം കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇഷ്ടം. ആ ഷമാമിൻ്റെ ഉള്ളത്തെ ഫുള്ള് കാമ്പ് എടുത്തതിന് ശേഷം പിന്നെ മാങ്ങ ചെത്തിങ്ങാണ്ട് അയക്കിടണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഹാഫ് ഷമാമ എടുക്കണുള്ളൂ. പിന്നെ ഒരു അങ്ങനെ ഇട്ടോ എടുക്കുന്നത്. പിന്നെ ഇതിക്ക് പാല് വേണം. പിന്നെ നമ്മളെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും വേണം. ഈ 3 സാധനങ്ങളും പിന്നെ ഇത് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടാണ് അതിക്ക് കുറച്ച് ഐസ്ക്രീം ഉണ്ട് കേട്ടോ. വാനിലേൻ്റെ ഫ്ലേവറാണ് കുറച്ചും കൂടി രസം ഉണ്ടാവുക. ഞാൻ ഒരു വട്ടം വാനിലേൻ്റെയിൽ ഇട്ടിക്കണ്. രണ്ടാമത് പിന്നെ എനിക്ക് വാനില അപ്പം കിട്ടാത്തത് കൊണ്ട് ഞാൻ സ്ട്രോബെറിൻ്റെതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം. അപ്പോൾ സ്ട്രോബെറിൻ്റെത് വലിയ ഒരു ടേസ്റ്റ് നമുക്ക് വലിയ രസമായിട്ട് തോന്നില്ല. പക്ഷേ നമുക്ക് വാനിലേൻ്റെ ഫ്ലേവറിൽ ഐസ്ക്രീം ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു
ഫ്രൂട്ട്സ് എന്നാ പറയുന്നത്, ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാനിത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇമ്മാൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ ഒരു ജ്യൂസോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും വെള്ളമൊക്കെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ വത്തക്കൻ്റെ ജ്യൂസും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ ഇത് പാളിക്കഴിഞ്ഞാൽ അതുപോലെ പിടിക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ ടൈമിലൊരു ടെൻഷൻ ഉണ്ട്. അഥവാ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നമ്മ അങ്ങോട്ട് എടുത്ത് എയറിലാക്കുന്നതിൽ 100% എനിക്ക് ഉറപ്പാണ്. ബട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് കുടിച്ചപ്പോൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് സമാധാനമായി, സന്തോഷമായി, അങ്ങനെ റാഹത്തായിട്ടോ. എന്തായാലും ഞാൻ ഈ ജ്യൂസ് എങ്ങനെ കറക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ചാനലിൽ. പിന്നെ ഞാൻ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി പാല് കൂട്ടി അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ലൂസ് ആവണതാ ഇഷ്ടം. പിന്നെ അത്രത്തോളം പാല് പാരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഷെയ്ക്കിൻ്റെ കോലത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല കട്ടപ്പാലുണ്ടല്ലോ, കട്ടപ്പാൽ ആഡ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നമുക്ക് ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 2-3 മിനിറ്റ് മുമ്പാണ് ഞാൻ ഈ ഐസ്ക്രീമൊക്കെ ആക്കി ഇട്ടെടുക്കണം കേട്ടോ. അല്ലാതെ വല്ലാണ്ട് അങ്ങോട്ട് മെൽറ്റായി പോകേണ്ട, കുറച്ച് ആ ഒരു ഫ്ലേവർ നല്ലപോലെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ആദ്യമൊക്കെ മാക്സ് ഇട്ടിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്താ ഈ തള്ള വൈബിൽ നടക്കണേന്നാണ് ചോദിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ കംഫർട്ടബിൾ എപ്പോഴും ഉമ്മാൻ്റെ ഈ ഒരു നൈറ്റിയാണ് കേട്ടോ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിടുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ടബിൾ ഫീലാണ്. അതിപ്പോൾ നമുക്ക് ചിലത് അങ്ങനെയാണല്ലോ, ചില സമയത്ത് നമുക്കത് ഒരു ഇതായിട്ട് തോന്നൂല, പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കംഫർട്ടബിൾ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് തോന്നും കേട്ടോ. സോ അതൊക്കെ ഇട്ടിട്ട് ജ്യൂസൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിനി. ഐസ്ക്രീമൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെ ജ്യൂസ് ഏറെക്കുറെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നോമ്പുറക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സമൂസ ഉണ്ടായിനി, പിന്നെ ഈത്തപ്പായ ഉണ്ടായിനി, പിന്നെ ഞാൻ ഉണ്ടാക്കി ഈ ഒരു ജ്യൂസും പിന്നെ വത്തക്കൻ്റെ ജ്യൂസും തൊട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത് കുടിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ വെരി വെരി പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തിയും ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിത്ത് തൈര്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ള. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെടാ.